നമ്മുടെ അടുത്തോട്ട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറാൻ വരും. ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാം. ഇപ്പം നമ്മുടെ എന്താണ് ചീത്ത മൈൻഡോടുകൂടി തന്നെ നമ്മുടെ അടുത്തോട്ട് പെരുമാറാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അവർ ഇപ്പം നമ്മുടെ അടുത്ത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവർ നമ്മുടെ ലൈഫിലോട്ട് വെറുതെ വന്നുകൊണ്ട് നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാം. നീ ഇന്ന ആളെ കെട്ടാൻ പാടുള്ളൂ, നീ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, നീ ഇന്ന ജോലിക്ക് പോകാൻ പാടുള്ളൂ, നീ ഇപ്പം അത് ചെയ്യണം, നീ ഇപ്പം ഇത് ചെയ്യണം, ഞാൻ പറയണ പോലെ കേൾക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അടുത്തോട്ട് മോശമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി സെക്സ്വൽ ചൊകയോടുകൂടി വന്ന് മിണ്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ അവരിങ്ങനെ വന്ന് മിണ്ടുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്താണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മിണ്ടുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഭയങ്കര ഒരു സങ്കടം വരും. അയ്യോ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ട് എന്താണ് അവരിങ്ങനെ വന്ന് നമ്മുടെ അടുത്തോട്ട് പെരുമാറണേന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. പക്ഷേ അത് ശരിക്കും സങ്കടപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്. അവരുടെ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ പേഴ്സണാണ്. അപ്പോൾ അവരൊരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവരുടെ മരണം വരെയും അവരുടെ സ്വഭാവം അങ്ങനെ ഇരിക്കും. അതോർത്ത് നമ്മൾ സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതമേ പോകുള്ളൂ.